കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെട്ട നമ്മുടെ വാഹനം BM ആണ്. BM-ന് 320 സ്പോർട്ട് എഡിഷനിൽ വന്നേക്കുന്ന വാഹനമാണ്. പിന്നെ ഇത് നോക്കിയിട്ട് 2015 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. റെഡ് കളർ നല്ല കലക്കനായിട്ട് റോഡ് പ്രസൻസ് വരുന്നൊരു വാഹനം കൂടിയാണ് BM-ൻ്റെ റെഡ് കളേഴ്സ് അല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സൊക്കെ കാണാം. അതിനൊക്കെ മുമ്പ് ഞാൻ പറയാനുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതൊക്കെ വാഹനം കാണിച്ചാലും അതിൻ്റെ വിശദ വിവരങ്ങളൊക്കെ എൻഡിങ്ങിലും അതേപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിലും മെയിനായിട്ട് പറഞ്ഞിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇതിൻ്റെ വരെ കണ്ടേക്കണം. കാരണം വീഡിയോയിൽ കൂടി തന്നെ നമ്മൾ ഇതിൻ്റെ എവിടെയെങ്കിലും പാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഈ വാഹനം ഇഷ്ടപ്പെടുന്ന ആൾക്കാരും വാഹനത്തിനെ കുറിച്ച് ഡീറ്റെയിൽ പിന്നെയും അറിയാൻ ശ്രമിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ താല്പര്യമുള്ള ആൾക്കാർ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നാണ് ചെറിയൊരു റിക്വസ്റ്റ് ഉള്ളത്. അപ്പോൾ വാഹനം കണ്ടുവരാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കാം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു BM ആണ്. അപ്പോൾ BM-ൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സാധാരണ നമ്മൾ BM ഒക്കെ നോക്കുമ്പോൾ മിനിമം ഒരു 1 lakh അടുത്തൊക്കെ വാഹനങ്ങൾ ഓടിക്കുന്ന വാഹനമാണ് ഞാൻ ഇതുവരെ പരിചയപ്പെടുത്തിയേക്കുന്നത്. കുറവുള്ള പരിചയപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷേ കോമൺ ആയിട്ട് നമ്മൾ അങ്ങനെയാണ് കാണാറ്. പക്ഷേ ഈ ഒരു വാഹനം വെറും 68,000 കിലോമീറ്റർ മാത്രം ഓടിക്കുന്ന വണ്ടിയാണ്. നല്ല കലക്കനായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പാണ് വാഹനം. 2015 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, അതൊന്നും പറയാനില്ല. വണ്ടിയുടെ ലുക്ക് നോക്കാം. വണ്ടി നല്ല വൃത്തി തന്നെ ഉപയോഗിക്കുന്ന വാഹനമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഇതിൻ്റെ ഫുള്ള് വീഡിയോ നിങ്ങൾ കാണണം. കാരണം എവിടെയൊക്കെ എന്തൊക്കെ ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ വിശദമായിട്ട് കാണിച്ച് പോകാറുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 2015 മോഡൽ 320 സ്പോർട്ട് എഡിഷനിൽ വന്നേക്കുന്ന വാഹനമാണ്. അതുകൂടാതെ തന്നെ ഇത് HR രജിസ്ട്രേഷനിലാണ് നിലവിൽ വന്നേക്കണം. അത് നമ്മൾ കേരളത്തിലേക്ക് മാറ്റി തരുന്നതിന് എക്സ്ട്രാ ആ ഒരു ചാർജും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ പറയുന്നുണ്ട്. എത്രയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യണമെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്കൊന്ന് പോയേക്കാം. ഫസ്റ്റിന് വീലാർസിലേക്ക് പോകാം. വീലാർസൊക്കെ നല്ല നീറ്റായിട്ടിരിക്കുന്ന വീലാർസ് നമുക്ക് കൂടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്ക് കൂടെ കാണാം. അതുപോലെ ബോണറ്റിലേക്ക് വരാം. ബോണറ്റ് ആയാലും സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും നമുക്ക് ബോണറ്റിൽ കിട്ടുന്നില്ല. കണ്ടോ, നല്ല നീറ്റായിട്ടിരിക്കുന്ന ബോണറ്റ് നമുക്ക് കൂടെ കാണാം. അതേപോലെ നമുക്കിനി ലാമ്പിലേക്ക് വരാം. ലാമ്പ് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു. അതേപോലെ തന്നെ ഫ്രണ്ടിൽ ബമ്പേഴ്സ് ഉണ്ടോ, ബമ്പേഴ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സാണത്. നല്ല ഫോഗ് ലാമ്പ്സ് ആയാലും നീറ്റായിട്ടിരിക്കുന്ന ഫോഗ് ലാമ്പ്സ് നമുക്ക് കൂടെ കാണാം. നമുക്ക് വീലാർസിലേക്ക് പോകാം. ഇവിടെ പൊട്ടിക്കൊരു സ്ക്രാച്ചും കൂടെ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഭാഗങ്ങളിലൊന്നും നമുക്ക് സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ഗ്രിപ്പും ടയേഴ്സൊക്കെ നല്ല അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്ക് കൂടെ കാണാം. ഇനി നമുക്കിവിടെ 2 ഡോറ് നോക്കാം. 2 ഡോറും ഇവിടെ വൃത്തി തന്നെ ഇരിക്കുന്ന ഡോർസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ മിറേഴ്സ് ആയാലും സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. 2 ഗ്ലാസ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. ഇവിടെ നമുക്ക് സൺ റൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റൂഫും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന റൂഫ് നമുക്കിവിടെ കാണാം. ഇനി നമുക്കിവിടെ ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസ് നല്ല നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സും നമുക്കിവിടെ കാണാം. ഇനി നമുക്ക് ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് വിൻഷീൽഡ് വരുന്നുണ്ട്. വിൻഷീൽഡ് നല്ല നീറ്റായിരിക്കുന്ന വിൻഷീൽഡ് കാണാൻ പറ്റും. അതേപോലെ ലിഡ് നോക്കാം. ലിഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലിഡ് കാണാം. 320Dയുടെ ആ ഒരു ബാഡ്ജിങ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സിലോ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും നോക്കും ബമ്പേഴ്സിലും ഇവിടെ കിട്ടുന്നില്ല. റൈറ്റ് സൈഡിലേക്ക് വരാം. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസ് ആയാലും നീറ്റായിട്ടിരിക്കുന്ന വീലാർസ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്കിവിടെ കാണാം. 2 ഡോറും വൃത്തി തന്നെ ഇരിക്കുന്ന ഡോർസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇൻറ്റീരിയേഴ്സ് എന്ന് പരിചയപ്പെടാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന വെച്ചാൽ ഫുള്ള് ബ്ലാക്ക് ചെയ്തേക്കണം ആ ഒരു ഡോർ പാഡ്സ് നമുക്ക് കൂടെ കാണാം. അതേപോലെ നമുക്കിവിടെ 4 പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻറ്റീരിയേഴ്സ് നോക്കാം. ഇൻറ്റീരിയേഴ്സ് ആയാലും നല്ല നീറ്റായിട്ട് ലക്ഷറി ആ ഒരു ഇൻറ്റീരിയേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ നമുക്കിവിടെ എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. ഡാഷ്ബോർഡൊക്കെ നോക്കാം. ഡാഷ്ബോർഡൊക്കെ നീറ്റായിട്ട് ഇരിക്കുന്നു. മിഡിൽ നമുക്ക് ആ ഒരു മ്യൂസിക്കിൻ്റെ കൺസോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഗിയർ നോബും കാര്യങ്ങളൊക്കെ കാണാം. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. 48,000 കിലോമീറ്റേഴ്സാണ് വാഹനം ഇപ്പോൾ ഓടിയേക്കുന്നത്. ബാക്കിയുള്ളത് ഇവിടെ ആ ഒരു മെയിൻ ബാക്ക് ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്ന ബട്ടൺസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും നീറ്റായിട്ട് ഇരിക്കുന്നു. റിയറിലെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. ഇവിടെ നമുക്ക് സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻറ്റീരിയേഴ്സൊക്കെ നല്ല റിച്ചായിട്ട് ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കാണാം. ഇനി നമുക്ക് ഒന്ന് എക്സിറ്റ് അടിക്കാം. അതിനുശേഷം പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് പോയേക്കാം. ഞാൻ ഡോറിന്ന് ഓപ്പൺ ചെയ്യണം. നമുക്ക് ഡോറിന്ന് ഓപ്പൺ ചെയ്യാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയും ആ ഒരു ബ്ലാക്ക് തീമിൽ തന്നെയാണ് പോയേക്കണം. ഇൻറ്റീരിയേഴ്സ് നോക്കാം. ഇൻറ്റീരിയേഴ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഇൻറ്റീരിയേഴ്സ്. 3 ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. ആം റെസ്റ്റ് വരുന്നുണ്ട്. ന്യായമായിട്ടുള്ള ലെഗ് റൂം വരുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. ആണോ, നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഡോറൊന്ന് ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിൻ്റെ ബൂട്ടും എൻജിൻ ഭാഗം കാര്യങ്ങളൊക്കെ നോക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു BM-ൻ്റെ ആ ഒരു എൻജിൻ ഭാഗം. വളരെ നീറ്റായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു എൻജിൻ ഭാഗം നമുക്കിവിടെ കാണാം. അതേപോലെ നമുക്കിവിടെ എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളൊക്കെ നോക്കാം.
എഡ്ജസ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന എഡ്ജസ് നമുക്ക് കൂടെ കാണാൻ പറ്റും. ഉണ്ടോ? ക്യാമറ വളരെ സ്ലോയിലാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ഒന്ന് പോസ് ചെയ്യണമെങ്കിൽ വിശദമായിട്ട് തന്നെ പാർട്സും കാര്യങ്ങളും കാണാം. ഉണ്ടോ? അതേപോലെ തന്നെ നമുക്കിനെ ലിഡിലേക്ക് വരാം. ലിഡായാലും നീറ്റായിട്ടിരിക്കുന്ന ലിഡ് നമുക്കിവിടെ കാണാം. നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ലിഡാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ എൻജിൻ ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ബൂട്ടിലേക്ക് നോക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ ബൂട്ട് ഇവിടെ നമുക്കിവിടെ കാണാം. നല്ല നീറ്റായിട്ടിരിക്കുന്ന ആ ഒരു ബൂട്ടാണിത്. എന്തെങ്കിലും രീതിയിലുള്ള അഴുക്കോ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാം. ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ലെവലിവിടെ കാണാനില്ല. അതേപോലെ നമുക്കിവിടെ ലിഡിലേക്ക് പോവാം. ലിഡായാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ലിഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആണോ? ലോവർ പോർഷനിലേക്ക് വരാം. ലോവർ പോർഷൻ ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ലോവർ പോർഷൻ നമുക്കിവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിന് ഇൻറ്റീരിയേഴ്സ് ആൻഡ് എക്സ്റ്റീരിയേഴ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. ഞാൻ ഫുള്ളായിട്ട് ഡീറ്റെയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 320 സ്പോർട്ട് എഡീഷനിൽ വന്നിരിക്കുന്ന വാഹനമാണ്. ഡീസലാണ്. വെറും 68,000 കിലോമീറ്റർ മാത്രം ഓടിക്കുന്ന വണ്ടിയാണത്. അതുകൂടാതെ സെക്കൻഡ് ഓണർഷിപ്പാണ്, അതുകൂടി എടുത്ത് പറയണം. പിന്നെ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അതർ സ്റ്റേറ്റ് വാഹനമാണ്. അതർ സ്റ്റേറ്റ് വാഹനമായതുകൊണ്ട് തന്നെ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഈ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് ഞാൻ പറയാം. അതിനൊക്കെ മുമ്പ് തന്നെ എനിക്ക് ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട്. ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വാഹനം ഈ ഒരു നിലവിലെ ഈ ഒരു കണ്ടീഷനകത്ത് സെല്ലിംഗ് പ്രൈസ് വരുന്നത് 18 ലക്ഷം രൂപയാണ്. 18.50 lakhs ആണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ്. അപ്പോൾ ഇത് നെഗോഷ്യബിൾ പ്രൈസാണ്. പിന്നെ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള സർവീസിങ് ഫീസ് എന്ന് വെച്ചാൽ കേരളത്തിലേക്ക് ഇപ്പോൾ ആക്കണം, HR രജിസ്ട്രേഷൻ വന്നേക്കണം, KL ആക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള എക്സ്ട്രാ ചാർജസൊക്കെ ഇതിന് പുറമെ വരുന്നതാണ്. അതൊക്കെ ഷോറൂമിൽ ചെയ്ത് തരും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ പറഞ്ഞ റേറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വീഡിയോയും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഷോറൂം നമ്പറും അതേപോലെ എൻ്റെ വാട്സാപ്പ് നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ സംസാരിക്കാം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിനെ കൊണ്ട് ഈ ഒരു BMൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. എല്ലാ വീഡിയോസും കിട്ടാനായിട്ട് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.